ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ സമയം രാവിലെ 4 മണിയായിട്ടുണ്ട്. അപ്പം ഇത്ര നേരത്തെ എണീക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ അമ്പലത്തിൽ പൊങ്കാലയാണ്, ഏഴംകുളത്ത് അമ്പലത്തിൽ പൊങ്കാലയാണ്. അപ്പം മകരഭരണിക്കാണ് നമ്മുടെ പൊങ്കാല. പിന്നെ കുംഭഭരണിക്ക് നമ്മുടെ ഉത്സവമാണ്. അപ്പം ഇന്ന് പൊങ്കാല ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പം കുളിച്ചിട്ട് വന്നിട്ട് പൊങ്കാല സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പം ആ അമ്മയൊക്കെ നേരത്തെ കുളിച്ചു. അപ്പം ഞാനും കൂടെ ഇനി കുളിക്കാനുള്ളൂ. ഞാൻ ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്, പക്ഷേ ഇനി കുളിക്കണം. കുളിച്ചിട്ട് തരാം, ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ചിട്ട് വന്നു. ഡ്രസ്സ് മാറിയിട്ടേ ഉള്ളൂ, പക്ഷെ ഒരുങ്ങിയിട്ടില്ല. അപ്പം അമ്മയും ഞാനും അമ്മയും കൂടി ഇവിടെ എല്ലാം സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ കവറിനകത്താണ് നമ്മുടെ അതാണ്ട് ഈ കലത്തിലാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. അപ്പം ഇതിനകത്ത് അരി, ചന്ദനത്തിരി, തവി സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചേക്കുകയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള തീ എരിക്കാനുള്ള വിറകാണ്. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുങ്ങിയാൽ മാത്രം മതി. പിന്നെ നമ്മൾ വേറൊരു കാര്യം, നമ്മൾ അമ്പലത്തിലോട്ട് ചെല്ലുമ്പോൾ ഫുള്ള് വോയിസ് ഓവർ ആയിരിക്കും. കാരണം ചിലപ്പോൾ കൊട്ടും മേളവും കാണും, ചിലപ്പോൾ അവിടുത്തെ ബഹളങ്ങൾ കാരണം കേൾക്കാൻ പറ്റില്ല പ്രോപ്പറായിട്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ വോയിസ് ഓവർ കൊടുക്കും, ചിലപ്പോൾ അല്ലാതെ സൗണ്ട് കൊടുക്കും, അങ്ങനെ ആയിരിക്കും. കൊട്ടും മേളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കത്തില്ല, അങ്ങനെ തന്നെ വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുങ്ങിയിട്ട് കാണാം, ഒരുങ്ങി അമ്പലത്തിൽ ചെന്നിട്ട് കാണാം, ഓക്കെ ഗൈസ്. അമ്മൂമ്മ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണ് കേട്ടോ നമ്മളെ സഹായിക്കാനായിട്ട്. ഗൈസ്, നമ്മുടെ ഇലയും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയാൽ മതി, ഒരുങ്ങി പോയാൽ മതി. എൻ്റെ അമ്മയുടെ മേക്കപ്പ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോവാം, ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പം തന്നെ എല്ലാം ഒരുക്കി വെക്കാം. ഞാൻ ഒരുക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും അടുപ്പിൽ വെച്ച് നിൽക്കുകയാണ്, ഒരുക്കി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ എല്ലാം ഒരുക്കി വെച്ച് ഇപ്പോഴത്തേ പരപര വെളുത്ത് വന്നു, നല്ലപോലെ വെളുത്ത് വന്നിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ പൊങ്കാല ഇങ്ങനെ തിളച്ച് മറിയുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവിടെ ഓരോ അമ്മമാർ കുരവയൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ എനിക്കും അമ്മയ്ക്കും കുരവയൊന്നും ഇവിടെ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് നല്ലപോലെ പ്രാർത്ഥിക്കുക കേട്ടോ ഉണ്ടായത്. അപ്പം അങ്ങനെ നല്ല മംഗളകരമായിട്ട് നടന്നിട്ടുണ്ട് പൊങ്കാല. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം പിന്നെ അതേ അമ്മ ഉണ്ടായിരുന്നു, നമ്മുടെ ഇവിടുത്തെ അമ്മയാണ്. അമ്മയായിട്ട് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് ആണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. നല്ല സന്തോഷമായി. പിന്നെ അവിടുന്ന് ചുക്ക് കാപ്പിയൊക്കെ കിട്ടി. പിന്നെ നമ്മുടെ കുട്ടീസ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ പിള്ളേരൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും കളിക്കാൻ പോയില്ല, നമ്മളെല്ലാവരും പിന്നെ ഇത് ഉരുമേലി ഒന്ന് നേരിട്ടാണ് കേട്ടോ.